എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുമല്ലോ. അതിപ്പോൾ ഒരു 2-3 പേരൊക്കെ ആ ഗ്യാങ്ങിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗ്യാങ്ങിന് ഒരു പെർട്ടിക്കുലർ പേരുണ്ടായിരിക്കും. ആ പേരിലായിരിക്കും നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ അറിയപ്പെടുന്നത്. എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഏകദേശം. പക്ഷേ അവരൊക്കെയായിട്ട് ഇപ്പം എനിക്ക് കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ 10ാം ക്ലാസ്സിലുള്ളവരെ ഒരു കണക്ഷനും ഇല്ല. പക്ഷേ ഈ നമ്മുടെ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് അവരുടെ ലൈഫ് അപ്ഡേറ്റ്സ് എന്താണെന്നുള്ളതിന് ജസ്റ്റ് ഒരു ക്ലാരിറ്റി ഉണ്ട്, ജസ്റ്റ് ഒരു ഐഡിയ. +2 ഒരാളായിട്ട് മാത്രമേ എനിക്ക് കണക്ഷനുള്ളൂ, മറ്റുള്ളവരായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധമില്ല. കോളേജിൽ ഞങ്ങൾക്ക് ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. അതിലുള്ള ഒരുത്തിയാണ് കേട്ടോ ഇവളുടെ പേര് അനിമോള്. ഞങ്ങൾ സ്നേഹത്തോടു കൂടി ഇവളെ ഹനി എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ ഇവളുമായിട്ടും സത്യം പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിൽ വലിയ കണക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. 3rd ഇയർ ആയി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മൾ ഭയങ്കര കൂട്ടായത്. സത്യം പറഞ്ഞാൽ എല്ലാവിധ ഊടായ്പകൾക്കും എല്ലാവിധ കള്ളത്തരങ്ങൾക്കും കൂട്ടുനിന്നിരിക്കുന്ന ഒരാളാണ്. ഇവളുടെ പേരിൽ ഞാൻ എൻ്റെ വീട്ടിൽ കുറേ കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ പേരും പറഞ്ഞ് ഇവളും ഇവളുടെ വീട്ടിൽ ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത്രയും കൂട്ടായിരുന്നു ഞങ്ങൾ കോളേജിൽ എക്സാമൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കുമല്ലോ. ആ സമയത്താണെങ്കിൽ പോലും കോളേജിലെ ഹോളിഡേയ്സിൻ്റെ സമയത്താണെങ്കിൽ പോലും ഞാൻ ഇവളുടെ വീട്ടിൽ പോയി നിൽക്കും, ഇവൾ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കും. അങ്ങനെയൊക്കെ ഭയങ്കര കൂട്ടായിരുന്നു. ഞാൻ ചില ദിവസങ്ങളൊക്കെ ഇവളുടെ വീട്ടിൽ ഇങ്ങനെ തന്നെ കിടക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അത്രയും കൂട്ടായിരുന്നിട്ട് പോലും കല്യാണം കഴിഞ്ഞപ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. വൺസ് ഇൻ എ വൈൽ എന്തൊക്കെയുണ്ട്, സുഖമായിട്ടിരിക്കണു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ്, അതുമാത്രമായിരുന്നു കേട്ടോ. അല്ലാതെ നേരിട്ട് കാണുകയോ ഒന്ന് വിളിച്ച് സംസാരിക്കുകയോ അങ്ങനെ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതെന്താ റീസൺ എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ പക്ഷെ ഒരുപാട് പെൺകുട്ടികളോട് ചോദിക്കുമ്പോൾ എനിക്ക് അവരുടെ അടുത്തുനിന്ന് എനിക്ക് ഫീൽ ചെയ്ത പോലെ സെയിം ഒരു സംഭവം അവർ പറയാറുണ്ട്. എന്താണെന്ന് അറിയില്ല, കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെയൊന്നും ഒതുങ്ങിക്കൂടി. അങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിക്കാനോ മെസ്സേജ് അയക്കാനോ ഒന്നും തോന്നണുണ്ടായിരുന്നില്ല. അതിലോട്ടേക്ക് ഇങ്ങനെ അങ്ങ് ഒതുങ്ങിക്കൂടി എന്ന് ഞാൻ പറയുന്ന സെയിം ഡയലോഗ് ഒരുപാട് പേര് എനിക്ക് പറയണം ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. കല്യാണത്തിന് ശേഷം ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ കെട്ടിയവനൊരു വില്ലൻ കഥാപാത്രമാണെന്നൊന്നും വിചാരിക്കൊന്നും വേണ്ടട്ടോ. അതിന് റീസണൊന്നും അറിയില്ല. മേ ബി നമ്മൾ കല്യാണം കഴിഞ്ഞൊരു പുതിയ വീട്ടിലോട്ടേക്ക് ചെന്നു, അവിടുത്തെ എൻവയോൺമെൻറ്റ് സീരിയസ്ലി ഐ ഡോണ്ട് നോ എന്താ റീസണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു, അതുപോലെ ഇവളും ഇവിടെ എത്തി. അങ്ങനെ ഞങ്ങൾക്ക് ബാക്ക് ടു ആക്ഷൻ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ദുബായ് ഞങ്ങൾക്കൊരു അവസരം ഒരുക്കി തന്നിരിക്കുകയാണ് കേട്ടോ. ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നേരം ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മനിർവൃതി ഉണ്ടല്ലോ, അതെന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവളെൻ്റെ കൂടെ കറക്റ്റ് ഒരു 24 മണിക്കൂറാണ് കേട്ടോ ഇവളെൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. വൈകുന്നേരം വന്നു, പിറ്റേ ദിവസം വൈകുന്നേരമാണ് കേട്ടോ അവൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഏട്ടൻ അന്ന് ഷിഫ്റ്റ് ഇച്ചിരി കൂടുതലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാം കൂടെ പ്ലാൻ ചെയ്തു. അവൾക്കും അന്ന് ഓഫ് ഡേ ആണ്. അങ്ങനെ ഫൈനലി ആ ഒരു നല്ല സുദിനം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ 24 മണിക്കൂർ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. സീരിയസ്ലി ആ 24 മണിക്കൂർ ഭയങ്കര രസമായിരുന്നു കേട്ടോ. നമ്മൾ എന്താ പറയുക, നമ്മൾ ഒരുമിച്ച് സ്കൂളല്ല കോളേജാണ്, കോളേജിൽ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്നിട്ടുള്ള ഓരോരോ സംഭവങ്ങൾ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒപ്പിച്ചിട്ടുള്ള കുറേ കള്ളത്തരങ്ങൾ, ഊടായ്പകൾ, നമ്മുടെ കൂടെ പഠിച്ച ഓരോരുത്തർ ഇപ്പം എന്താ ചെയ്യുന്നത്, അവർ പണ്ട് ചെയ്തിട്ടുള്ള കുറേ കുസൃതികൾ, നമ്മുടെ പഠിപ്പിച്ച മിസ്സുമാരുടെ ഓരോരോ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ പഴയ കാര്യങ്ങൾ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കണു. അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ ലൈഫിൽ നടക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾക്ക് സങ്കടമുള്ള എന്തെങ്കിലും സംഭവങ്ങൾ, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര സുഖമാണ്. ശരിക്കും നമ്മൾ കോളേജിൽ പഠിച്ചിട്ടുള്ള സംഭവങ്ങൾ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ എന്തൊരു സന്തോഷമാണെന്നറിയാമോ. സീരിയസ്ലി നമ്മൾ ആ ഒരു വൈബിലോട്ടേക്ക് നമ്മൾ തിരിച്ചു പോയിട്ട് നമുക്ക് ഒരു പ്രത്യേകതരം ഫീലിംഗ് ആണ്. നമ്മളല്ലാത്ത ദിവസം ഇത്രയും നേരം അവൾക്ക് ഡ്യൂട്ടിൻ്റെ അപ്പം അതിൻ്റെ കുറേ ഹെക്റ്റിക് ആയിട്ടുള്ള പ്രഷറുകൾ, കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പം നമുക്കാണെന്നുണ്ടെങ്കിലും വീഡിയോസ്, അതിൻ്റെ എഡിറ്റിങ്ങും അങ്ങനത്തെ അതൊക്കെ സിമ്പിളാണെന്ന് ചിലവർ പറയുമായിരിക്കും, പക്ഷെ അത്ര കണ്ട് സിമ്പിളൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം നമുക്ക് ഫ്രണ്ടിൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ഒരു പ്രത്യേക വൈബാണ്. അപ്പോൾ അതുകൊണ്ടുണ്ടല്ലോ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, അവരുടെ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഫേസ്ബുക്ക്, വാട്സപ്പ് അല്ല ഇൻസ്റ്റാഗ്രാം, എവിടെയെങ്കിലും നിങ്ങൾക്ക് ഫ്രണ്ട് ആയിരിക്കുമല്ലേ, അവർക്ക് നിങ്ങളൊന്ന് മെസ്സേജ് അയക്കാം.
ഇപ്പം എല്ലാവർക്കും അവരുടെ സിറ്റുവേഷൻസോട് ഈ പറഞ്ഞ പോലെ മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതൊന്നും പോസിബിൾ ആയിരിക്കില്ല. അതൊന്നും വേണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾ ആഴ്ചയിലൊരിക്കൽ അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ കുറച്ച് നേരം അവരെ വിളിച്ച് അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് അവരോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, അത് അടിപൊളിയായിരിക്കും. നമുക്ക് കുറേ ഒരു റിലാക്സേഷൻ ആയിരിക്കും. നമ്മൾ എപ്പോഴും പറയും വൈ ഷുഡ് ബോയ്സ് ഹാവ് ഓൾ ദ ഫൺ എന്നൊക്കെ പറയും. കാരണം അവർ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനൊരു എഫേർട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ പെണ്ണുങ്ങൾ ഈ പറയുന്ന പോലെ കല്യാണം കഴിഞ്ഞ് ബാധ്യതകളും എല്ലാം ആയി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഒതുങ്ങിക്കൂടും. എന്നിട്ട് നമ്മൾ പറയും ഓ വൈ ഷുഡ് ബോയ്സ് ഹാവ് ഓൾ ദ ഫൺ. ഓക്കെ, നമുക്ക് ചെറുപ്പത്തിൽ പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഇന്ന സമയത്ത് വീട്ടിൽ കയറണം, അങ്ങനെ ഒരുപാട് സമയം നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോയിക്കൂടാ. പക്ഷേ ദൈവം സഹായിച്ച് എൻ്റെ അപ്പനൊന്നും അത്ര കണ്ട് ഇതല്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പറയണ പോലെ ഞങ്ങളൊക്കെ അർമാദിച്ചിട്ടുണ്ട് കേട്ടോ. മാക്സിമം ഞങ്ങൾ കറങ്ങാൻ പോവുക, പുറത്ത് പോവുക, ലേറ്റായിട്ട് വീട്ടിൽ കയറുക, അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ പറയണ പോലെ ആ ഒരു മൊമെൻറ്റ് എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള കണക്ഷനൊക്കെ അങ്ങ് കട്ടായി. അപ്പോൾ നമ്മൾ ഈ വൈ ഷുഡ് ബോയ്സ് ഹാവ് ഓൾ ദ ഫൺ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾക്ക് ഈ വെളിയിൽ പോകാൻ പറ്റുന്ന ആൾക്കാർ വെളിയിൽ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ പറയും ഇപ്പോഴത്തെ കാലത്തുള്ള ഹസ്ബൻഡ്സും കുറച്ചും കൂടെയൊക്കെ ഓപ്പൺ മൈൻഡഡ് ആണ്. അവരൊക്കെ ഇതിനൊക്കെ സമ്മതിക്കുന്ന ആൾക്കാരായിരിക്കും. സമ്മതിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വെളിയിൽ പോകണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ ആരും ഇല്ലാത്ത സമയത്ത് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ഫ്രണ്ടിനെ വിളിക്കുക, സംസാരിക്കുക, ഒന്നില്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യുക, അല്ലെങ്കിൽ സാധാ വോയിസ് കോൾ ചെയ്യുക. അതൊന്നും പറ്റിയില്ല വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം മെസ്സേജ് അയയ്ക്കുക. ആ പഴയ ബന്ധമൊക്കെ നിങ്ങൾ ഒന്ന് പൊടി തട്ടി എടുക്കുക. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അത് ഒരു രസമാണ്, നമുക്ക് ഭയങ്കര രസമാണ്. നമ്മളെല്ലാ ദിവസവും നമ്മൾ വീട്ടിൽ രാവിലെ എണീക്കുന്നു, കുക്ക് ചെയ്യുന്നു, തുടയ്ക്കുന്നു, തൂക്കുന്നു, അലക്കുന്നു, വീട്ടിലുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്നു. അതിൽ നിന്നൊക്കെ ഇടയ്ക്ക് നമുക്കൊരു ബ്രേക്ക് വേണ്ടേ? അത് ശരിക്കും നമ്മളുടെ മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും നമുക്കൊന്ന് റിഫ്രഷ് ആയിട്ട് ഒന്ന് റീബൂട്ട് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ചില മൊമെൻറ്റ്സ് ആണ് കേട്ടോ അതൊക്കെ. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു 24 മണിക്കൂറിൽ എനിക്ക് ഈ ഫോണൊക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര കഴുത്ത് വേദനയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഏട്ടം പോയിട്ട് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതൊക്കെ എനിക്ക് ഇച്ചിരി കൂടി വരും. കാരണം നമ്മൾ വേറെ ഒന്നും ഇങ്ങനെ ആലോചിക്കാനില്ലാതായി കഴിയുമ്പം ഇവളുണ്ടായിരുന്ന 24 മണിക്കൂർ ഞാൻ അതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് പോലുമില്ല. കാരണം ഫുൾ എൻഗേജ്ഡ് ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കുക്ക് ചെയ്തു, ഒരുമിച്ച് കുറേ എന്തൊക്കെയോ വീഡിയോസ് എടുത്തു, ഞങ്ങൾ 2-3 ഡാൻസ് വീഡിയോസ് എടുത്തു, ഡബ് സ്മാഷ് ചെയ്തു, TV കണ്ടു, ഒരുമിച്ച് കിടന്ന് ഉറങ്ങി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്താ പറയുക സംസാരിച്ചു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ അടുത്തുള്ള നമ്മളെപ്പോഴും പോകാറുള്ളൊരു മോളുണ്ടല്ലോ, അവിടെ പോയി ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ്. അവളെന്തൊക്കെയോ വാങ്ങിച്ചു, ഞാൻ വാങ്ങിച്ചൊന്നുമില്ല. ഞാനിങ്ങനെ കണ്ണിൽ കുളിർമ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ചെയ്തു. പിന്നെ നമ്മളൊരു പാനിപൂരി കഴിച്ചു, കാപ്പി കുടിച്ചു. അങ്ങനെ അടിപൊളി ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഇച്ചിരി മോട്ടിവേഷനായിട്ട് നിങ്ങളത് എടുക്കുക. പണ്ടത്തെ ബന്ധങ്ങളൊക്കെ നിങ്ങളൊന്ന് പൊടി തട്ടി എടുക്കുക. അവരുടെ കൂടെ പറ്റുമെന്നുണ്ടെങ്കിൽ പുറത്ത് പോവുക, അല്ലെങ്കിൽ ഒരു ഫോൺ വിളി, അത്രയും മതി. അതിൽ കൂടുതലൊന്നും വേണ്ട. ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ നമ്മൾ അവരുടെ കൂടെ അവരോടൊന്ന് സംസാരിച്ചൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മൾ അടിപൊളിയാവും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ കിടന്ന് കറങ്ങി ഒരു 10 മണിയായപ്പോഴത്തേക്കും അവളുടെ വീട്ടിലും പോയി, ഞാൻ എൻ്റെ വീട്ടിലും പോയി. അങ്ങനെ തിരിച്ച് വീടെത്തി കഴിഞ്ഞപ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു മൂകതയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.